അപ്പൊ നമുക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലേ മിണ്ടിയും പറഞ്ഞു. യെസ്, ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണോ അപർണ നമുക്ക് പ്രസന്റ് ചെയ്തത്? അതെ, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങളും കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് അത് ക്രിസ്മസിന് തന്നെ ഇറങ്ങുമ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. വി ഓൾ ഫീൽ ലൈക്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ ഇറ്റ് ടു റിലീസ്. ആൻഡ് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും, ലൈക്ക് ഓഡിയൻസിനും അതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെ, ഒരു ഫീൽ ഗുഡ് ആ ഒരു സംഭവം നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ശരിക്കും ആ ഒരു ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു മൂവിയാണോ? ഇപ്പൊ അപർണ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഇത്. നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ഒരു മനസ്സൊക്കെ നിറഞ്ഞിറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമ. അതിന് നമ്മൾ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞതിനെ ഒതുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അതില് അതൊന്ന് മനസ്സ് നിറയ്ക്കുന്ന സിനിമ, അതാണ് നമ്മൾ എപ്പോഴും പറയാറ്. കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ അതിൽ ചില മൊമെന്റ്സ് ഒക്കെ ഇത് നമ്മുടെ മൊമെന്റ് ആണല്ലോ എന്നൊക്കെ തോന്നാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള ഒരു സിനിമ. യെസ്, ഡയറക്ടർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താ പറയാനുള്ളത് അബൌട്ട് മിണ്ടിയും പറഞ്ഞു? പേര് പോലെ തന്നെ ഒരു കപ്പിളിൻ്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷനിലൂടെ അവരുടെ കുറേ മൊമെൻറ്റുകൾ, ശരിക്കും എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റുകൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമയാണ്. റിയലിസ്റ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു നാരേറ്റീവിലുള്ള സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ അങ്ങനെയാണ്. ഞാൻ കൂടുതൽ അങ്ങനത്തെ സിനിമകൾ കാണുന്ന ആളുമാണ്. ഇപ്പം ബിഫോർ സൺസെറ്റോ അല്ലെ ആ സീരീസ് ഉണ്ടല്ലോ റിച്ചാർഡ് ലിങ്ക്ലേക്കറിൻ്റെ, അതോ അല്ലെങ്കിൽ ഇപ്പോൾ വൺസ്, ബിഗിൻ അഗെയിൻ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി നേരം വരെ ഇപ്പോൾ അതുപോലുള്ള ആ ഒരു ജോണറിലുള്ള കപ്പിളിൻ്റെ ഇടയ്ക്കുള്ള മെച്യൂർഡ് റിലേഷൻഷിപ്പ്. മനസ്സിലായാണ് ഒരു കംപ്ലീറ്റ് ഒരു പൈങ്കിളി. പ്രണയം എപ്പോഴും പൈങ്കിളിയാണ്, പക്ഷെ പരിപൂർണ പൈങ്കിളി അല്ലാതെ കുറച്ചും കൂടെ മെച്യൂരിറ്റി ഉള്ള പ്രണയങ്ങൾ, അതാണ് ആ ഒരു അപ്രോച്ചിൽ എടുത്തേക്കുന്ന സിനിമയാണ്. എല്ലാവരുടെയും മൃദുൽ പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയായിരിക്കും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. അതെ, മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ. ശരിക്കും പറഞ്ഞാൽ അപർണ റൊമാൻറ്റിക് ആയിട്ടുള്ള ജോണേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നെല്ലാം കുറെ കൂടെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മൂവി നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ചെയ്ത റൊമാൻസ് എന്ന് പറയുന്നത് ഫുൾ ഒന്നില്ലെങ്കിൽ ലൈക്ക് അബൌട്ട് ടു ഗെറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ ആ ഒരു പ്രേമം, ആ സ്റ്റേജ് ഒക്കെ അങ്ങനത്തെ ചെയ്തിട്ടുള്ളൂ. പ്രോബ്ലി ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ഓക്കെ ദേ കമ്മിങ് ടുഗെദർ എന്നുള്ളൊരു ഫാക്ടർ എത്തുന്നത്. ഇതില് നേരെ തിരിച്ച് നമ്മളിത് ഓൾറെഡി ഒത്തിരി നാള് പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ രണ്ടുപേരുടെ സ്റ്റോറിയാണ്. അത് ഭയങ്കര ഡിഫറെന്റ് ആണ് ഫ്രം എനി അതർ ക്യാരക്ടേഴ്സ് ഹവ് ഡൺ. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. അതൊരു ഈ മെച്ചുവർ കപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ സ്വഭാവത്തിനേക്കാളും നമുക്ക് കാലം ചെല്ലുന്തോറും വരുന്ന ഒരു മെച്ചുവറിറ്റി ഉണ്ടല്ലോ, ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ. അതിപ്പോ എനിക്ക് തോന്നുന്നു ഏത് റിലേഷൻഷിപ്പ് എടുത്താലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ കണ്ട ആൾക്കാര് ആ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ ഡെയിലി ലാൻഡ് ലൈൻ എന്നൊക്കെ വിളിക്കും. പക്ഷെ പിന്നെ ഇപ്പോഴും ഐ ഹാവ് ദോസ് ഫ്രണ്ട്സ്, പക്ഷെ വി ഡോണ്ട് കോൾ ഈച്ച് അതർ ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ വല്ലപ്പോഴേ കാണുള്ളൂ. എന്റെ കൂടെ ഉള്ളവർക്ക് ഒരാൾ പ്രഗ്നന്റ് ആണ്, ഒരാൾ കുട്ടിയായി, അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി മാറുമ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കോൺവെർസേഷൻസും മാറും. എന്നാൽ നമ്മളത് പോകുന്നില്ല. നമ്മളിപ്പോ അതായത് ഒരു 2 months 3 months ശേഷം ഒന്ന് കോൾ ചെയ്താൽ പോലും എക്സാക്ട്ലി അതുണ്ടാ. അതേപോലെ തന്നെയാണ് ഒരു മാരീഡ് കപ്പിൾ ആണെങ്കിലും അത് കൂടുതൽ ഇവർക്ക് രണ്ടുപേർക്ക് അറിയുന്നുണ്ടാവും. എന്നാലും സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറി റിലേഷൻഷിപ്പ് ചേഞ്ചസ്. ആൻഡ് ഇതും അങ്ങനത്തെ ഒരു വളരെ എന്താ പറയാ നല്ല ഫൗണ്ടേഷൻ ഉള്ളൊരു മാരീഡ് കപ്പിളുടെ ഒരു സ്റ്റോറിയാണ്. അവരുടെ തമ്മിൽ അത് ആ പേര് പോലെ തന്നെ അവര് തമ്മിലുള്ള കോൺവെർസേഷൻസും അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവരത് വളരെ തോട്ട്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. അതെ, നമ്മളിപ്പോൾ പല സ്റ്റോറി ബുക്സ് നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ സിനിമാസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലവ് അത് മാരേജിലെത്തും, അതെ കാണിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നതേ ഇല്ല. അങ്ങനെ കുറച്ച് ചുരുക്കം സിനിമകളേ ഉള്ളൂ. അപ്പൊ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാം, ഇതല്ല എൻഡ്, ഇനി ഒരുപാടുണ്ട്, ആ ഒരു തോട്ട് അങ്ങനെ എഴുതാം. അതെപ്പോഴാ വന്നത്? നമ്മള് ഇത് ഇവരുടെ കഥ പറയാം എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ചെറിയ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ഒരു കപ്പിളിന്റെ കഥ പറയാം എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ കോൺസെപ്റ്റ് എന്നോട് പറയുന്ന സമയത്ത് തന്നെ ആ ഫേസിലാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അവിടെ നമ്മൾ ഇവരുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യായിരുന്നു. അപർണ പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ അവരുടെ പ്രണയം, അതിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളവരും പ്രണയിച്ച് കഴിഞ്ഞ് അവർ വിവാഹം കഴിക്കുമ്പോൾ അവരും സ്വാഭാവികമായിട്ടും ഡിഫറെൻ്റ് ആണ്. അവർ ഒരുമിച്ച് താമസിച്ച് തുടങ്ങുമ്പം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്.
അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അരുണിന് കൂടുതലുണ്ട്, കാരണം അരുൺ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പം അരുൺ അത് കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോഴും നമ്മൾ ഈ ഇത് കാണുന്നുണ്ട്, നമ്മൾ ഓവർ ദ ഇയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആസ് എ കപ്പിൾ ഇവോൾവ് ആവുന്നത്. അവരുടെ പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണ്. ആ മച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഏജിന്റെ മച്യൂരിറ്റി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ബോണ്ട് കൂടുന്നത്, നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ എഴുത്ത് പേഴ്സണലി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഏറ്റവും ആസ്വദിച്ച് എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് മിണ്ടിയും പറഞ്ഞിന്റെയാണ്. അത് എഴുതുമ്പോൾ എനിക്ക് ഒരു സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല, എന്ത് പറയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് എപ്പോഴും അതിന്റെ ഒരു എഴുത്തിന്റെ ബ്രേക്ക് ഒക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ പോലും എന്നോട് പറയാറുണ്ട് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറയും. യൂഷ്വലി എഴുതുമ്പോഴത്തേക്കുള്ള ഒരു സ്ട്രെസ് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചിരിച്ച് കളിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുകളൊക്കെ വെച്ച് എഴുതി. അപ്പൊ അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് എഴുതിയ ഒരു സിനിമയാണ്. അങ്ങനെ എഴുതാൻ ആസ്വദിക്കാൻ പറ്റിയത് ഒരുപക്ഷെ അതിലെ മൊമെന്റ്സ് ഞങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്ന മൊമെന്റ്സ് ആയതുകൊണ്ട് കൂടിയായിരിക്കും. ശരിക്കും അങ്ങനെ എഴുതാൻ പറ്റുന്ന സിനിമകളൊക്കെ വിരലുണ്ടാവുന്നേ കാണുള്ളല്ലോ, ഒരു സ്ട്രെസ് ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് എഴുതാൻ പറ്റുന്നത്. മേ ബി നമുക്കൊരു ഇതെന്താണെങ്കിലും എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇനി ഒന്നും അങ്ങനെ വരുമെന്ന് പോലും അറിയില്ല. അപ്പം നമ്മൾ അതിനു മുമ്പ് എഴുതുമ്പോഴും അതിന് ശേഷം എഴുതിയിട്ടുണ്ട്. അപ്പോഴും ഒക്കെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് എഴുതി തുടങ്ങി, പിന്നെ അതൊരൊറ്റ സ്ട്രെച്ചിൽ ഒരു 4-5 ദിവസം എടുത്തിട്ടാണ് തോന്നുന്നു ഞാനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചേട്ടന് അയച്ചു തരണം. 5 ദിവസം എടുത്തുള്ളൂ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതിന്റെ ഒരു ഔട്ട്ലൈൻ പരിപാടിയൊക്കെ ഇത് ചെയ്യാനായിട്ട്. കാരണം അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നു. അതെ, ഈ പറയുന്ന പോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി ലവ് മാരേജ് ആണ്. കറക്റ്റ് ആണ് മൃദു പറഞ്ഞ. ശരിക്കും ഇതിന്റെ തോട്ട്, ഒറിജിനൽ തോട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. സിനിമ എന്താണെന്നും ആ സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. അതൊക്കെ സിനിമ കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ബംഗാളി സിനിമയാണ്. അത് കണ്ട ശേഷം അതിന്റെ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു മെച്യൂർഡ് ലവ് സ്റ്റോറി, അതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ പ്രിമൈസിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം. കാരണം ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. മൃദു പറഞ്ഞ പോലെ തന്നെ ഞാനും മിനും എൻ്റെ വൈഫും കല്യാണത്തിന് മുന്നേ അറിയാം. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എടപ്പള്ളി ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസം തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് പ്രണയിച്ചു തുടങ്ങി. ലൈഫിൽ നിന്ന് എടുത്ത എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ നമ്മുടെ മൂവിയിൽ? തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉടനീളം അത് തന്നെയാണ്. മൃദുല എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഈ മൊമെന്റുകൾ മുഴുവൻ എഴുത്തിന് മുന്നേ തന്നെ ഞങ്ങൾ പല ആവർത്തി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇത് എനിക്കോ അരുണിനോ മാത്രം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കില്ല. ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാവർക്കും, ഒരുമിച്ച് താമസിക്കുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.